ഞാനിപ്പോൾ വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗ്രീൻ പീസ് മസാല അല്ലേ, ഈ റോഡ് സൈഡിലൊക്കെ തട്ടുകടയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടത്. പട്ടാണി കുതിർത്തിട്ട്, പച്ചപ്പട്ടാണി അല്ലെങ്കിൽ ഉണങ്ങിയ പട്ടാണി കുതിർത്ത് അതിൻ്റെ കൂടെ ഒരു 2 ഉരുളക്കിഴങ്ങ്, വലിയ ഉരുളക്കിഴങ്ങ് വേണമെന്നില്ല, ഒരു മീഡിയം സൈസ് 2 ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് അതിൽ വെള്ളം മാറ്റി വെച്ചിട്ട് ഇത് ഉടച്ച് വെച്ചതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് മസാല വേണം. മസാല എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇതിലെന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പിടി പുതിനയും, ഒരു പിടി കൊത്തമല്ലിയും, ഒരു ഇഞ്ചി കഷ്ണവും, ഒരു 5-6 വെളുത്തുള്ളി, പിന്നെ 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്, 2 പച്ചമുളക്. ഇതെല്ലാം കൂടെ ഒന്ന് നമ്മൾ നല്ലോണം അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് എണ്ണ ഒഴിച്ചിട്ട്, എണ്ണ ചൂടായതിന് ശേഷം അതിലിട്ടിട്ട് ഒന്ന് നല്ലോണം വഴറ്റിയിട്ട് ആ സ്മെല്ല്, ആ പച്ചമണമൊക്കെ ഒന്ന് പോകുന്ന വരെ ഇതാണ്. അതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇടണം. 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, 1/2 ടീസ്പൂണ് ചാട്ട് മസാല, പിന്നെ ഉപ്പിടണം കുറച്ച്. ഇന്ന് വേവിക്കുമ്പോൾ ഉപ്പിട്ടുണ്ടെന്നാലും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും വേണം. നമ്മൾ എരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ട് ഞാൻ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ മുളക് പൊടി. പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. എല്ലാം കൂടെ ഞാൻ ഒരു ചെറിയ ഡപ്പയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതങ്ങനെ. അപ്പം ഇതാകുമ്പോൾ നമുക്ക് അളവ് ഇതാവില്ല. അപ്പം ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചിങ്ങനെ ഓരോരോ സ്പൂണിൻ്റെ അടുത്ത് ഇതിലിട്ട് വെച്ചത്. പിന്നെ ഇതങ്ങനെ കൊട്ടിയാൽ മതി. ഓരോന്നോരോന്ന് എടുത്ത് ഇടുന്നതിനേക്കാളും എളുപ്പം അങ്ങനെയാണല്ലോ എന്ന് വെച്ചിട്ട് എല്ലാ മസാലപ്പൊടികളും ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതൊന്ന് നല്ലോണം വഴന്ന് ആ പച്ച സ്മെല്ലൊക്കെ, പച്ചമണം എന്ന് പറയുന്നത് അതൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് മസാല ഇട്ടിട്ട് വഴറ്റണം. ഇപ്പം ഞാനിതിൽ പട്ടാണി വേവിച്ച വെള്ളം ഒഴിച്ചിട്ടാണ് മസാല പൊടികളൊക്കെ ഇട്ടിട്ട് വഴറ്റിയതിന് ശേഷം വേവിച്ച വെള്ളം ഒഴിച്ച്, പിന്നെ നമ്മൾ പട്ടാണി ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ഒഴിച്ച് ഇനി ഒന്ന് നല്ലോണം തിളച്ചിട്ട് ഒന്ന് വറ്റി വരണം. അതിന് ശേഷം അതിലേക്ക് വേണ്ട സാധനങ്ങൾ കാണിച്ചു തരാം. നമുക്ക് കുറച്ച് ഉള്ളി വേണം, ക്യാരറ്റ് വേണം, കൊത്തമല്ലി അത് അരിഞ്ഞ് വെക്കണം. പിന്നെ ഇതിൻ്റെ പേരെന്താ എനിക്കറിയില്ല. നമ്മൾ കോൺഫ്ലെക്സ് ഇല്ലേ, കോൺഫ്ലെക്സ് എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല. അതില്ലാത്ത കാരണം ഇതുപോലത്തെ കുറച്ച് എരിവൊക്കെ ഉള്ളൊരു, ഇതിൻ്റെ പേര് അറിഞ്ഞൂടാ, ഈ സാധനം കുറച്ച് ക്രിസ്പി ആയിട്ട് നമ്മൾ കോൺഫ്ലെക്സിൻ്റെ ഒക്കെ ഒരു പോലത്തെ ഒരു മോഡൽ. ഇതോ അല്ലെങ്കിൽ നമുക്ക് പാനിപ്പൂരിയോ പൊട്ടിച്ചിടാം. സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മളത് പാത്രത്തിലാക്കി കൊടുക്കുമ്പോൾ നമുക്കങ്ങനെ കഴിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യാം. ഫസ്റ്റ് പാനിപ്പൂരി ഇടാം, എന്നിട്ട് മസാല ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ ഉള്ളിയും പിന്നെ ക്യാരറ്റ് കൊത്തമല്ലിയൊക്കെ ഇട്ടതിന് ശേഷം ഇത് മുകളിലിടാം. അതല്ലാന്നുണ്ടെങ്കിൽ വെറും മസാല ഒഴിച്ചിട്ട് ഉള്ളിയും ക്യാരറ്റും കൊത്തമല്ലിയും ഇട്ടിട്ട് ഈ സാധനം മുകളിലിട്ടിട്ട് അങ്ങനെ നമുക്ക് കോരി കഴിക്കാം. ഇപ്പം ഇതായി കേട്ടോ. ഇത്ര കുറുകിയാൽ മതി. ഇനി ഇരിക്കുമ്പോൾ ഒന്നുകൂടെ ഇതാവും. പക്ഷെ എന്താണെന്നറിയോ, ഞാൻ പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ അരയ്ക്കുന്ന സമയത്തില്ലേ 1 ടേബിൾ സ്പൂണ് പൊട്ടുകടല ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പറയാൻ വിട്ടുപോയി. ഒരു ഉള്ളിയും ഒരു തക്കാളിയും, അല്ലെങ്കിൽ 1.5 ഉള്ളി 1 തക്കാളി അങ്ങനെ എടുക്കാം കേട്ടോ. അതും പിന്നെ ഒരു അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള ഒരു ഇഞ്ചി പീസും, പിന്നെ 4-5 വെളുത്തുള്ളി, 1 പിടി കൊത്തമല്ലി, 1 പിടി പുതിന, പൊട്ടുകടല ഇട്ടിട്ട് അരച്ചത്. അപ്പോൾ അതുപോലെ അരച്ചിട്ട് ഇതപ്പോൾ ഒന്നും കുറുകിയില്ല. അപ്പം ഇനി ഇരിക്കുമ്പോൾ ഒന്നും കൂടെ കുറുകി വരും. ഇനി നമ്മളിതെങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കട്ടെ. ഇപ്പം ഞാൻ പാത്രത്തിൽ പാനിപ്പൂരി ഇല്ലേ, അതെൻ്റെ അടുത്ത് കുറച്ചുണ്ടായിരുന്നു. അപ്പം ഞാനതുള്ളത് കാരണം അത് പൊടിച്ചിട്ടുണ്ടെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ വെറുതെയും ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മളിതാ മസാല ഇല്ലേ, പട്ടാണി മസാല അത് ഒഴിക്കുക. ഇത് ഞാൻ തന്നെയല്ലേ വീഡിയോ എടുക്കുന്നതും
അപ്പം എനിക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട്. എൻ്റെ കയ്യിൽ സ്റ്റാൻഡോ അങ്ങനെയൊന്നുമില്ല, ഞാൻ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ തന്നെ എടുക്കും അതിൻ്റെ ഇത്. ഇനിയിപ്പം ഇതിലേക്ക് നമ്മൾ ക്യാരറ്റ് ഇടാം, കുറച്ച് ഓണിയൻ ഇടാം, കുറച്ച് ഉള്ളി ഇടാം അരിഞ്ഞത്, എന്നിട്ട് കുറച്ച് കൊത്തമല്ലി ഇടാം. ഇതിട്ടതിന് ശേഷം പിന്നെ നമ്മളടുത്ത് പാനിപ്പൂരി ഉണ്ടെങ്കിൽ നമുക്കതിടാം, അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഈ കോൺഫ്ലെക്സ് പോലത്തെ ഒരു സാധനം, കോൺഫ്ലെക്സ് പ്ലെയിൻ കിട്ടും നമുക്ക്. അപ്പോൾ അത് ഫ്രൈ ചെയ്തിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് ഇട്ടാലും മതി. ഇതിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്ക് കഴിക്കുമ്പോൾ ഒരു കറുമുറ നല്ല ആ ഒരു ഫീല്. പിന്നെ പൂരി പൊടിച്ചിടാം. പിന്നെ പൊരിയില്ലേ, പൊരി നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പൊരിയും മുകളിലിടാം. ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് വീണ്ടും കുറച്ചും കൂടി ക്യാരറ്റ് ഇടാം. കുറച്ചുകൂടെ നമുക്ക് ഉള്ളി അങ്ങനെ ഇടുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനത്തെയൊക്കെ സാധനങ്ങളിൽ ഉള്ളി ഇങ്ങനെ കുറച്ച് കടിക്കുന്നത്, അത് കാരണം ഞാൻ കുറച്ച് തോന്നിടുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ആവശ്യം അതിനനുസരിച്ച് ഇട്ടാൽ മതി. അപ്പം ഇതാണ് നമ്മളെ ഗ്രീൻ പീസ് മസാല. അതിന് പ്ലേറ്റ് അങ്ങോട്ട് മാറ്റാം. ഇതാണ് നമ്മൾ ഗ്രീൻ പീസ് മസാല കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, ഇത് രണ്ടാമത്തെ ഉണ്ടാക്കുന്നത്. അപ്പം കുറച്ച് എളുപ്പമുള്ള പണി തന്നെയാണ്. പിന്നെ മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ കുട്ടിയായിട്ട് നുറുക്കിയിടുക, പൊരിയിടുക, അങ്ങനെയൊക്കെ ഇട്ടിട്ടൊക്കെ കഴിക്കാൻ. ഉണങ്ങിയ പട്ടാണിയാണെങ്കിലും പച്ചപ്പട്ടാണിയാണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഞാനത് കോരി കാണിച്ചു തരാം നമുക്ക് എങ്ങനെ ഉണ്ടാകും എല്ലാം കൂടെ വെച്ചിട്ട്. ഇങ്ങനെ കോരി എടുത്തിട്ട് ഇങ്ങനെ കഴിക്കും. നല്ല ചൂടാണ് കേട്ടോ, വായ പൊള്ളി പോവും. എന്നാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ചൂട്. തണ്ണി പോൽ കിട്ടി എനിക്ക്.